അടുത്തതായി നമുക്ക് സി എസ് എസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സി എസ് എസ് തയ്യാറാക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. ഒന്ന്, സെലക്ടർ. സെലക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് HTML എലമെൻ്റ് ആണ്. നമുക്കറിയാം ഹെഡിങ് എന്ന് പറയുന്ന ഒരു സെലക്ടറാണ്. H1, H2, H3 അങ്ങനെയുള്ള ഓരോ ഹെഡിങ്ങിനെയും നമുക്ക് എലമെൻ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ബോഡി എന്ന് പറഞ്ഞാൽ അതൊരു സെലക്ടറാണ്. അല്ലെങ്കിൽ പാരഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സെലക്ടറാണ്. അല്ലെങ്കിൽ ടേബിൾ എന്ന് പറയുന്നത് ഒരു സെലക്ടറാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു സെലക്ടർ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ വേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയാണ്. ആ സെലക്ടറിൽ എന്താണോ ചേഞ്ച് ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് ഹെഡിങ് 1-ൽ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളറിനെ നമുക്കെന്ത് പ്രോപ്പർട്ടി എന്ന് പറയാം. അല്ലെങ്കിൽ H1-ൽ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ഫോണ്ട് സൈസിനെ നമുക്ക് പ്രോപ്പർട്ടി എന്ന് പറയാം. മൂന്നാമതായി നമ്മൾ അറിയേണ്ടത് വാല്യൂ ആണ്. ആ പ്രോപ്പർട്ടിയിൽ എന്ത് വാല്യൂ ആണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ കളർ ബ്ലൂ ആയിട്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നതിൽ ബ്ലൂ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ആണ്. അല്ലെങ്കിൽ ഫോണ്ട് സൈസ് 24 എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ആണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മുടെ CSSൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അതായത് സെലക്ടർ, പ്രോപ്പർട്ടി, വാല്യൂ.